ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടും. അതായത് മാർച്ച് മാസ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. മാർച്ച് മാസത്തിൽ പുണർദത്തിന്റെ കാൽഭാഗവും ആയില്യവും പൂയവും ആയില്യവും ചേരുന്ന കർക്കിടക കൂറുകാർക്കുള്ളതാണ്. പുണർദത്തിന്റെ കാൽഭാഗവും പൂയും ആയില്യവും ചേരുന്ന കർക്കിടക രാശിക്കാർക്കുള്ള ഈ മാർച്ച് മാസ ഫലം ഗുണദോഷ മിശ്രത്തിൽ ഗുണമാണ് ദോഷമാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം ഈ മാസം അത്ര അനുകൂലകരമല്ല. മാർച്ച് മാസം ആയില്യ നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ പൂയ നക്ഷത്രക്കാർക്കും പുണർദത്തിന്റെ കാൽഭാഗമുള്ള നക്ഷത്രക്കാർക്കും ഉള്ള ഇതിൽ അനുകൂലപരമല്ലാത്ത ഒരു സാഹചര്യം. ചാരവശാൽ ചിന്തിക്കുകയാണെങ്കിൽ രാശിയിൽ രാഹുവും രാശിയുടെ ഏകദേശം 5-ാം ഭാവത്തിൽ വ്യാഴവും 6-ാം ഭാവത്തിൽ ശനിയും അതുപോലെ തന്നെ 7-ാം ഭാവത്തിൽ ശുക്രനും 10-ാം ഭാവത്തിൽ 9-ാം ഭാവത്തിൽ ബുധനും 10-ാം ഭാവത്തിൽ ചൊവ്വയുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രഹസ്ഥിതി പൊതുവെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സമയം തന്നെയാണ്. പക്ഷെ സൂര്യന്റെ അഷ്ടമത്തിലുള്ള ചാരവശാലുള്ള സ്ഥിതി പിന്നെ നവമത്തിലേക്കും വരുന്നത് അത്ര ഗുണകരമല്ല. അത് കാരണം തീർച്ചയായിട്ടും ബിസിനസ് രംഗത്തിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത്. ബിസിനസ് രംഗത്ത് അബദ്ധങ്ങളോ അല്ലെങ്കിൽ ധനനഷ്ടമോ വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമാണ് ഈ മാസത്തിൽ. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ മേഖലകളിലും പൊതുവെ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ജോലി എടുക്കുന്നവരും ഗവൺമെന്റ് ജോലിയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം അബദ്ധങ്ങൾ പറ്റുവാനും അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വരുവാനുമുള്ള സാധ്യത ഈ മാസത്തിൽ കൂടുതലായി കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഗവൺമെന്റ് ജോലി ലഭിക്കുവാൻ സാധ്യതയുള്ളവർക്കെല്ലാം അത് മാറി വരുന്നതും അതിൽ പാളിച്ചകൾ വരുന്നതും അതുപോലെ തന്നെ അതിൽ ദുഃഖിക്കേണ്ടി വരുന്നതുമായിട്ടുള്ളൊരു സംഭവം കാണുന്നുണ്ട്. ഗവൺമെന്റ് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അവർക്കൊരു ദുഃഖ സംബന്ധമായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഏകദേശം മാർച്ച് മാസം 25-ാം തീയതിയോടുകൂടി മാറ്റങ്ങൾ വരുന്നതാണ് വിദേശ ജോലി സംബന്ധപ്പെട്ടതെല്ലാം. എന്നിരുന്നാലും വളരെ ജാഗ്രതയോടുകൂടി പെരുമാറേണ്ട ഒരു മാസം തന്നെയാണ് ഈ മാസം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മേഖലകൾ തുടങ്ങുന്നതെല്ലാം അത്ര ഗുണകരമായിട്ടുള്ള കാര്യങ്ങളല്ല. മേഖല തുടങ്ങുകയാണെങ്കിൽ കൂടിയിട്ട് അത് ആലോചിച്ച ശേഷമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇവർക്ക് ദൈവാധീനം ഉള്ള ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. 6-ൽ ശനിയും 5-ൽ വ്യാഴവും സഞ്ചരിക്കുന്നത് ഉചിതപരമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ സൂര്യചരാവസാൽ ചിന്തിക്കുന്ന സമയത്ത് ദോഷകരമാണ്. അപ്പോൾ ഈ മാസത്തിൽ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം കുറച്ച് മാറ്റിവെക്കുന്നത് നല്ല ഉചിതമാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ലോണുകളും മറ്റുള്ളതെല്ലാം പതിവായി അടച്ചു തീർക്കാത്തത് മൂലം പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഭൂസ്വത്തും ഭവനവും എല്ലാം ജപ്തി നടപടികൾ എടുക്കേണ്ടതായി വരുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ ഈശ്വരാധീനം ഉള്ളത് കാരണം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാഹചര്യം കാണുന്നത്. എന്നിരുന്നാലും ഈ മാസത്തിൽ ചെയ്യേണ്ടുവന്ന പരിഹാരങ്ങൾ ശിവലിംഗൽ ധാരാവിളക്ക് മാല ഇളനീർ ധാരയാണ് ഏറ്റവും ഉചിതം. ഇളനീർ ധാരയും അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും അതുകൂടാതെ കൂവളമാലയും പിൻവിളക്ക് അതായത് ശിവലിംഗത്തിന്റെ ബാക്കിൽ വരുന്ന എണ്ണ വിളക്ക് അവിടെ എണ്ണയാണ് ഒഴിക്കാറുള്ളത്. അപ്പം പിൻവിളക്ക് അതും ചെയ്യുന്നതും വളരെ ഉചിതമായി വരുന്നുണ്ട്. ഇത് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയുമാണ് ഇത് ചെയ്തു വരേണ്ടത്. ഇത് ചെയ്യുന്നത് മൂലം കുറച്ച് പ്രയാസങ്ങളെല്ലാം മാറി അതിനുള്ള ഒരു അനുഭവം വരുന്നതാണ്.
അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ പൂജയ്ക്ക് കൊടുക്കുക, അതും ഉചിതമാണ്. അത് ചെയ്യുകയാണെങ്കിൽ ഈ മാർച്ച് മാസത്തെ ഫലത്തിന് ഏകദേശം ഒരു സമാധാനം കിട്ടും. അതുമല്ലാത്ത പക്ഷം ശിവനാണ് ശിവനായ കണക്കാക്കുക, സൂര്യൻ ശിവനോടനുബന്ധിച്ച് കണക്കാക്കുന്ന കാരണം വളരെ ഉഷ്ണതീവ്രമായിട്ടുള്ളത് കാരണം ശിവനെ ശരിക്കും തണുപ്പിക്കുക എന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് നീരാഞ്ജനം അല്ല, ഇളനീര് ധാര നടത്തുന്നതുകൊണ്ട് വളരെ ഉചിതമാണ്. പറ്റുമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ചെയ്യുന്നത് വളരെ ഉചിതമാണ്.